പാലിന് നിറ വ്യത്യാസം? ഷുഗർ പിടിച്ച പശുവിന്റെ പാലാണ്. അതല്ല, കുറച്ച് ഗോമൂത്രോടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തലയിലോട്ട് ഒഴിക്കട്ടെ? അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോകും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ ജഗജാല കില്ലടക്കിന് ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. ഇതാണ് സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. പിന്നെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ സിനിമ ഫുള്ളാകുന്നതിന് മുമ്പ് ഈ പൂഞ്ഞാലി രാജാവിന്റെ സിനിമ ഫുള്ളാകുന്ന കാശ് വാരി എറിഞ്ഞിരിക്കാനുള്ളത്. നിങ്ങൾ പോവാൻ കഴിച്ചിരിക്കുന്ന ആൾക്കാരെ കരുമാറുകയാണെങ്കിൽ ഡയലോഗ് തിയേറ്ററിൽ കേൾക്കാണ്ട് വന്നാ മലപ്പുറം കത്തിയാണ് നിങ്ങളുടെ പൂളിക്കളയും. രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. മോർണിംഗ് ഷോ കരിമാണി ഫുള്ളേ. അതിനിടയ്ക്ക് ഒരു ബോർഡ് വിട്ടാ. ശശിയണ്ണ, പാലിന്റെ കാശ് എത്ര ലിറ്ററാ? 100. രാജ്കുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ, അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലെയാണ് രാജ്കുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങൾ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണ്. എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തല്ല. നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്റർ കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങനെ കൊടുക്കാൻ അങ്ങോട്ട്. ഷൂട്ടപ്പോഴാ തുടങ്ങുന്നത്. ഞാനാണ് പറയേണ്ടത്, അവരല്ലേ. നീ അവിടെ പോയി ചോദിക്കടാ. ചോദിച്ചിട്ട് നിവർത്തിയില്ല മനുഷ്യന്. ഷാജി, തിയേറ്ററിൽ ആള് തീരില്ല. നമ്മളോട് ഫാൻസാരെ കണക്കല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മണിയുടെ പടം കണ്ട് കൈയടിക്കാണ്. ഒന്ന് പോയാടാ അവിടുന്ന്. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ഒന്ന് നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കുംകാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരെ വിളിച്ച് മാറ്റിക്കേറ്റ്. ഇക്കണക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോ ഊണ് മേടിച്ചു കൊടുക്കൂ. ഊണൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക്. ഇനിയിപ്പോ അയാളെടുത്ത് എന്തെന്ന് പറയും. 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മോൻ ആലുവ എടുത്തോണ്ടോ? ശരി സാർ. ആ മോനെ, ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ. ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും വയ്യ. എന്ത് കഷ്ടം നോക്കിയേ. സാറേ ഇതെപ്പ തുടങ്ങും? എനിക്കൊന്ന് മൂത്രമൊഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു. അപ്പൊ ഇത് ഊരില്ലെങ്കിൽ ചാക്കിനകത്ത് മൂത്രമൊഴിക്കണോ? എന്താ സാർ? ഈ തൊളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തൊളിയിട്. അയ്യോ,